بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ ഖുർആനിലെ വിവരിക്കാൻ പോകുന്നത് പല ഭാഗങ്ങളിലായിട്ടാണ്. ഒരു സൂറത്ത് കംപ്ലീറ്റ് ആയിട്ട് വിവരിക്കല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പം അതിൻ്റെതായിട്ടുള്ള നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പുകൾ, അതിന് അനുയോജ്യമായ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ഖുർആൻ പരിഭാഷ, അതേപോലെ തന്നെ തഫ്സീർ, അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായി ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന വിഷയം. അപ്പം നമുക്ക് ആദ്യം ഒരു സൂറത്ത് എടുത്ത് അത് ഒന്ന് വിശദീകരിക്കാൻ നോക്കാം. ഖുർആനിൽ 94-ാമത്തെ സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് അഷ്റഫ് അല്ലെങ്കിൽ അലം നശ്റഹ് എന്നുള്ള സൂറത്താണ്. ഈ അലം നശ്റഹ് സൂറത്തിൽ വിശദീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പ്രമേയം ശരഹ് സദ്റാണ്. നെഞ്ചിനെ വിശാലമാക്കുന്ന വിഷയത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇപ്പൊ നെഞ്ചിനെ വിശാലമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ പണ്ഡിതന്മാര് അവരെ തഫ്സീറുകളിൽ എഴുതി വെച്ചത് ഇസ്ലാം മതത്തെ മനസ്സിലാക്കാൻ ഒരാൾ നെഞ്ചിനെ വിശാലമാക്കുക എന്നുള്ളതാണ്. അഥവാ ദീനില് കൂടുതൽ വിജ്ഞാനം കരസ്ഥമാകല്, അതിനനുയോജ്യമായ രീതിയിൽ നെഞ്ചിന് വിശാലമാക്കപ്പെടുക, അഥവാ അവന്റെ ബുദ്ധി, ചിന്ത അതിലേക്ക് ശരിയായ ഇസ്ലാം ദീനിന്റെ ഒരു വിശാലമായ രീതിയിൽ അറിവ് കൊടുക്കുക, അറിവ് വരിക എന്നുള്ള അർത്ഥത്തിൽ. അഥവാ സാധാരണക്കാരായ ആളുകൾക്ക്, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ഇസ്ലാമിൻ്റെതായ അധ്യാപനങ്ങൾ അവന്റെ ചിന്തയിൽ വന്നുകൊണ്ട് അതിനൊരു ഡോമിനൻസ് കിട്ടുക, അതാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ ഒരു അർത്ഥം ശരിക്കും ആ പദത്തിന്റെ അർത്ഥമായിട്ട് സാധാരണ ഉപയോഗത്തിൽ ഉപയോഗിക്കുന്നതാണ്. ദീനില് ഇതല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഉദ്ദേശം അതല്ല, അതിന്റെ ഹഖീഖത്തായ അർത്ഥം അതല്ല. കാരണം ദീനിന്റെ ബന്ധം നമ്മളെ ബുദ്ധിയോടോ ചിന്തയോടോ അല്ല, നമ്മളെ ഉള്ളിലുള്ള ഒരു അവയവത്തിനോടാണ്. ആ അവയവമാണ് കൽബ് അഥവാ ഹൃദയം, ആത്മീയമായ ഹൃദയം. അതിനെ വിശാലമാക്കലാണ് ലക്ഷ്യം. അഥവാ അതിന്റെ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നും വിശാലമാക്കുക, കൽബ് ഓപ്പൺ ആവാത്ത അവസ്ഥയിൽ നിന്നും ഓപ്പൺ ആക്കുക, തുറക്കപ്പെടാത്ത അവസ്ഥയിൽ നിന്നും തുറക്കപ്പെടുക എന്നാണ് അർത്ഥാക്കുന്നത്. കാരണം അത് ആവശ്യമാണ്. ഇസ്ലാം മനസ്സിലാക്കാനും ഇസ്ലാം പഠിക്കാനും ആദ്യമായി ചെയ്യേണ്ട കാര്യം ഇതാണ്, കൽബ് തുറക്കപ്പെടുക. കാരണം കൽബ് കൊണ്ടാണ് ഒരാൾ അത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എഴുതിയ കാര്യം കാണണമെങ്കിൽ കണ്ണ് തുറക്കണം, കണ്ണ് തുറന്നാലേ കാണാൻ സാധിക്കുള്ളൂ. അതേപോലെ കേൾക്കേണ്ട കാര്യം കേൾക്കണമെങ്കിൽ ചെവി തുറക്കണം. ചെവി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കാൻ സാധിക്കൂല, അറിവ് സമ്പാദിക്കാൻ സാധിക്കൂല. അതേപോലെ നമുക്ക് കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ കണ്ണോ കാതോ അല്ല സഹായിക്കുന്നത്, ബുദ്ധിയോ ചിന്തയോ അല്ല സഹായിക്കുന്നത്. അത് ആത്മീയമായ ഒരു അവയവമാണ്, അത് ആത്മീയമായ ഹൃദയമാണ്. അപ്പൊ ഹൃദയം തുറക്കാതെ അതിലേക്ക് ഒരിക്കലും ഇസ്ലാം കയറൂല. ഹൃദയം തുറക്കുക എന്നുള്ളത് ദീനിന്റെ അസലായ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അതിനെക്കുറിച്ചാണ് ശരിക്കും നമ്മൾ ആദ്യമായി ഖുർആൻ ഇറങ്ങിയ വിഷയത്തിലും പറയുന്നത്. ഇസ്ലാം പഠിക്കാന്, ഇസ്ലാം ഉത്ഭവിക്കാന് ആദ്യമായി അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ചെയ്തു കൊടുക്കുന്നത് ഈ ശറഅ് സദ്റാണ്. അതിന്റെ വിഷയത്തിലാണ് ഇഖ്റ ബിസ്മി റബ്ബിക എന്നുള്ള ആയത്ത് വന്നത്. ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ നാമത്തിൽ. ആ നാഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നാമം എന്താണ്? അള്ളാഹു എന്നുള്ള നാമം. ആ നാമം കൊണ്ട് വായിക്കേണ്ടത് ആരാണ്? കൽബ് തന്നെയാണ്. അപ്പൊ കൽബ് എന്ന് പറഞ്ഞാൽ മാംസളമായ ഹൃദയമല്ല, അതിനുള്ളിലുള്ള ഒരു മഖ്ലൂക്കാണ്. ആ മഖ്ലൂക്കിന്റെ പേരാണ് കൽബ് എന്നുള്ളത്. ആ കൽബിനോടാണ് കൽപ്പന വായിക്കാൻ. ആ കൽബ് വായിച്ചു തുടങ്ങണം. തുടക്കം എന്താവണം? ബിസ്മി കൊണ്ടാവണം. ആ ബിസ്മി കൊണ്ട് എന്ന് പറഞ്ഞാൽ, ബിസ്മി എന്ന് പറഞ്ഞാൽ ബിസ്മി അല്ലല്ലോ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാനേ കൽപ്പന. അപ്പൊ അള്ളാഹുവിന്റെ നാമം കയറലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോ അഥവാ ശറഅ് ചെയ്യല്, അഥവാ ദാക്കിറെ കൽബി ആവല്. റസൂലുള്ളാഹിന്റെ കൽബ് ദാക്കിറാൻ പോവാണ്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ദിക്റെടുക്കുന്നത് ആയിത്തീരാൻ പോവാണ്. അതാണ് തുടക്കം ഹിറാ ഗുഹയിൽ വെച്ചിട്ട്. അതിനുശേഷമാണ് ആ കൽബിലേക്ക് ബാക്കി കാര്യങ്ങൾ വന്നു ചേരുന്നത്. അതാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഉത്ഭവവും
ഖുറാന്റെ തുടക്കവും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ തുടക്കവും അതേ രീതിയിൽ തന്നെയാണ് മറ്റുള്ള ഓരോ മനുഷ്യരിനും ചെയ്തു കൊടുക്കേണ്ടത്. റസൂൽ ചെയ്തു കൊടുത്തതും അങ്ങനെ തന്നെയാണ്. അതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ രീതി. എന്നാൽ ഈ ഒരു വിഷയം മനസ്സിലാവാത്ത ആളുകൾ അതിനൊക്കെ ബാഹ്യമായ രീതിയിൽ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സമയത്ത്, അല്ല എങ്കിൽ സ്വയം ഹൃദയം ഓപ്പൺ ആവാത്ത ആളുകൾ ഇത് കൈകാര്യം ചെയ്ത സമയത്ത് അതിന്റെ അർത്ഥങ്ങളൊക്കെ വളരെ മാറിപ്പോയി, യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വളരെ വിദൂരമായി പോയി. അങ്ങനെ ഇസ്ലാം അല്ലാത്ത ഒന്നിനെ നമ്മൾ ഇസ്ലാമാക്കി മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശൈത്താന്റെ ആവശ്യമാണ്, ഇബ്ലീസിന്റെ ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് വേണം ഈ ഒരു സൂറത്ത് ഓതാന്, പഠിക്കാന്. അപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥ വശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിന് വിഘ്നം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ സോഴ്സ് ശൈത്താനാണ്, ഇബ്ലീസാണ്. അതുകൊണ്ടാണ് ഓരോ സൂറത്തിന്റെ മുമ്പിലും നമ്മൾ ഓതുന്നത്, ശൈത്താനിൽ നിന്നും കാവൽ തേടുന്നത്. കാരണം അവന്റെ ശല്യം ഉണ്ടായിക്കൂടാ. അത് ഖുർആനാണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാവും ചെയ്യും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് തുടങ്ങണം. അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം. ആ തുടക്കം നമ്മൾ നേരത്തെ പറഞ്ഞ രീതി ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബ് അങ്ങനെ തുടങ്ങണം. അത് നമ്മൾ എല്ലാ സൂറത്തിലും അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ചു പോകുന്നുണ്ട്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന്. എന്നിട്ട് ഈ ആയത്തിൽ നമ്മൾ ഫസ്റ്റ് ആയത്ത് വരുന്നത് എന്താണ്? അലം നശ്റഹ് ലക സദ്റക്, താങ്കൾക്ക് താങ്കളുടെ ഹൃദയം അല്ലെങ്കിൽ നെഞ്ച് നാം വിശാലമാക്കി തന്നില്ലയോ എന്നാണ് അതിനർത്ഥം പറയുന്നത്. അഥവാ അതിന്റെ അസലിയായ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്ന സമയത്ത് താങ്കൾക്ക് താങ്കളെ കൽബ് ഞാൻ വിശാലമാക്കി തന്നില്ലയോ, അഥവാ ഷറഹ് ഓപ്പൺ ആക്കി തന്നില്ലയോ എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ കൽബിന്റെ അസലിയായ അവസ്ഥ എന്താണ്? ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അവനിലേക്ക് മലക്കുകൾ വഴിയായിട്ട് അല്ലാഹു തആല കുറച്ച് ആത്മാക്കളെ കയറ്റുന്നുണ്ട് നെഞ്ചിലേക്ക്. ആ ആത്മാക്കള് ആകാശലോകത്തു നിന്ന് വരുന്ന ആത്മാക്കളെ എണ്ണം 6 എണ്ണമാണ്. നെഞ്ചില് 5 എണ്ണം, അതേപോലെ തലയിൽ 1. നമ്മൾ നേരത്തെ വിവരിച്ചു കഴിഞ്ഞ വിഷയങ്ങളാണ്. വഴിയായി പറയാന്നുണ്ടെങ്കിൽ കൽബ്, റൂഹ്, സിറ്, ഖഫീ, അഖ്ഫ, പിന്നെ ലതായിഫുൽ അന. ഈ 5 എണ്ണവും കൽബ് എന്നുള്ള ഒന്നിന്റെ ഉള്ളിലാക്കിക്കൊണ്ട് ഒരു പാക്കേജ് ആയിക്കൊണ്ട് അല്ലാഹു തആല ഒരു മലക്കിന്റെ കൈവശം കൊടുത്തയക്കാണ്. കുട്ടി ജനിക്കുന്ന സമയത്ത് അവന്റെ നെഞ്ചിലേക്ക് ഇത് കയറ്റാൻ അവരെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ജനിച്ച ഉടനെ ഇത് കയറ്റാണ്. ആ ഇൻസ്റ്റാളേഷന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ പാക്ക് എത്തി. പക്ഷെ അത് പൊട്ടിക്കാത്ത രീതിയിലാണ് സീൽ വെച്ചിട്ടുണ്ട്. അതിൽ ജനിച്ച ശേഷം അതിൽ പലതും സംഭവിക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റാളേഷൻ നടന്ന ഉടനെ തന്നെ ഇബ്ലീസ് അവന്റെ അനുയായികളുമായിട്ട് വരും. അവന്റെ വകയായിക്കൊണ്ട് അവനിൽ നിന്നുള്ള ഒരു ആത്മാവിനെ പുക്കിളിലും കയറ്റുന്നുണ്ട്. എന്നിട്ട് ആ പുക്കിളിൽ നിന്നും അവന് ചില വല പോലെയുള്ള ചില നൂലുകൾ വലിച്ചു കൊണ്ടുപോയി കൽബിനെ ചുറ്റും ചുറ്റി പൊതിയുന്നുണ്ട്. അല്ലാഹു തആല കൊണ്ടുവന്ന് വെച്ച ഈ കൽബിന് ചുറ്റും ലെയറായിക്കൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്. ഏകദേശം 1,80,000 മറകൾ, ഇങ്ങനെ ലെയറുകൾ, വലയങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുള്ളിലായിക്കൊണ്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. കൽബ് ഓപ്പൺ ആയിട്ടില്ല. കൽബ് ഒരു പാക്കഡ് ആണ്, സീൽ വെച്ചതാണ്. അതിനൊരു പൂട്ടും ഉണ്ട് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്നാൽ അതും കൂടാതെ അതിന് ചുറ്റും 1,80,000 മറകളും ചേർത്ത് കഴിഞ്ഞു. കാരണം ഇബ്ലീസ് അതൊരിക്കലും തുറക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് തുറക്കപ്പെടുന്ന സമയത്താണ് മനുഷ്യൻ്റെതായ അവസ്ഥയിലേക്ക്, മഹത്വത്തിലേക്ക് ഉയരുന്നത്. അത് പാടില്ല. അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഡ്യൂട്ടിയാണ് ഇബ്ലീസിനുള്ളത്. അവന് അള്ളാഹുവിനോട് ചെയ്ത കരാറും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല അവന് ആ ഡ്യൂട്ടി ചെയ്യാൻ അനുമതിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷമാണ് മനുഷ്യന് ഈ ഭൂമിയിൽ ജനിച്ച് പല വിഷയങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം അവന്റെ വിധിയിൽ മൂമിനിന്റെ പദവി അല്ലാഹു തആല എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രം അവൻ ഒരു ശൈഖിനെ കണ്ടെത്തും. എന്നിട്ട് ഈ കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് തുറക്കേണ്ടതായ വിഷയത്തിലേക്ക് എത്തിപ്പെടും, അതിന്റെ ഇൽമിലേക്ക് എത്തിപ്പെടും. എന്നിട്ട് ആ ദിക്ർ ഹാസിലാക്കും. എന്നിട്ട് ആ ദിക്ർ എന്നുള്ള ചാവി കൊണ്ടാണ് ഈ കൽബ് ഓപ്പൺ ആക്കുന്നത്. അതല്ലാതെ ഒരു ചാവിയും ഇത് ഓപ്പൺ ആക്കാൻ അവൈലബിൾ അല്ല.
ആ ചാവി സൂക്ഷിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ മഷായിഹന്മാരെ കൂട്ടത്തിൽ മലക്കൂത്തിയ മഷായിഹന്മാർ, മലക്കൂത്തിയ ബന്ധത്തോട് കൂടി വരുന്ന മഷായിഹന്മാർ. കാരണം മലക്കൂത്തിയ ബന്ധം ഉണ്ട് എങ്കിൽ അതിനർത്ഥം അവരെ കൽബ് ഓപ്പൺ ആയിട്ടുണ്ട്. കൽബ് ഓപ്പൺ ആവാത്ത ആളെ കയ്യിൽ എങ്ങനെ കൽബിന്റെ ചാവി ഉണ്ടാവുക? നാസൂത്തിയ ഔലിയാക്കളെ കയ്യിൽ ചാവി ഉണ്ടാവില്ല, കാരണം അവരെ കൽബ് ഓപ്പൺ അല്ല. മലക്കൂത്തിയ ഔലിയാക്കളായ ഔലിയാക്കളെ കയ്യിലാണ് ഈ ചാവി ഉണ്ടാവുക. അവരെയാണ് അള്ളാഹു തആല ഇത് ഏൽപ്പിക്കുന്നത്. ആ ചാവി ഉപയോഗിച്ച് മുരീദ് തുറക്കണം. അഥവാ ഈ ചാവി അള്ളാഹു എന്നുള്ള ദിക്റാണ്. ആ ദിക്റ് കൊണ്ട് തുറന്നാൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഈ ലെയറും പൊട്ടണം. ആ ലെയർ പൊട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ ഷെയ്ഖിന്റെ തിരുനോട്ടം അവന്റെ കൽബിനിലേക്ക് ചെല്ലണം. അങ്ങനെ പതിയുന്ന സമയത്താണ് ആ നോട്ടത്തിന്റെ പവർ കൊണ്ടാണ് 1,50,000 മറകൾ നീങ്ങിപ്പോകുന്നത്. അതിനുശേഷമാണ് കൽബ് കൊണ്ട് തുറക്കുന്ന സമയത്ത് കൽബ് ഓപ്പൺ ആവുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? ഷറഹ് സദർ എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടത് എല്ലാവർക്കും ആവശ്യമാണ്. പ്രവാചകനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു മൂമിനായ പദവിയിലേക്ക് എത്തലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് ഇസ്ലാം പഠിക്കേണ്ടതുള്ളൂ. പഠിച്ചാൽ തിരിയുള്ളൂ, അത് ഇസ്ലാം ആവുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ സംഭവമായി പോകുന്നത്. അതിനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതിനു വേണ്ടിയാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ നെഞ്ച് നീ എനിക്ക് ഓപ്പണാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചത്. അതേപോലെ മുഅ്മിനീങ്ങളോടുള്ള കൽപ്പന അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. ഇസ്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ ശറഅ സദ്ർ ചെയ്യണം എന്ന് പറയുന്ന ആയത്തൊക്കെതിലേക്കുള്ള കൽപ്പനയാണ്, ആജ്ഞയാണ്. അതേ വിഷയമാണ് ഇവിടെയും നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു തആല കൽപ്പിക്കുന്നതും പറയുന്നതും.